ഏതൊരു മനുഷ്യനോടും ഭഗവാൻ ഇവിടെ പൂർണ്ണാവതാരം എടുത്ത് പറയുന്നത് സന്തരീക്ഷസി, നിനക്ക് തരണം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. നിന്നിലുള്ള ഈ കഴിവ് നീ വികസിപ്പിക്കൂ. ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കുകയാണ്. അവനവനിലെ ആത്മവികാസം, ആത്മശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനോടും ഉയരാൻ പറയുകയാണ്. തളരരുത്, തകരരുത്, ഉയരണം, വളരണം. സന്തരീക്ഷസി, നീ നിന്റെ കയ്യിലോട്ട് നീ നിന്റെ ജീവിതം ഉയർത്തണം. തകരാനുള്ളതല്ല. അതിന് എന്ത് വേണം? ജ്ഞാനപ്ലവേനയേവ, ജ്ഞാനമാകുന്ന അറിവാകുന്ന തോണിയിൽ നീ അക്കരെ എത്തണം. അത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ. ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ പറയുന്നത്. അപ്പം ഈ അഖണ്ഡ നാമത്തോണിയാണ് ജീവിതത്തിലെ 10,000 പ്രശ്നങ്ങളും 10,000 ദുഃഖങ്ങളും നമ്മളെ തകർത്താൻ വരുമ്പോൾ സഹസ്രനാമത്തോണിയിൽ നാം അക്കരെ എത്തണം. വിഷ്ണു സഹസ്രനാമത്തോണിയിൽ നമുക്ക് ജീവിതത്തിൽ അപ്പുറത്ത് എത്താൻ സാധിക്കും. തുടർന്ന് ഭഗവാൻ 37-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തുടർന്ന് പറയുന്നു, യഥേതാഗ്നി സമിദ്ധോഗ്നി ഭസ്മാൽ കുരുതേ അർജുന, ഞാൻ അഗ്നി സർവകർമാണി ഭസ്മാൽ കുരുതേ തഥാ. യഥേതാഗ്നി സമിദ്ധോഗ്നി ഭസ്മാൽ കുരുതേ, അഗ്നിയിൽ കത്തിച്ചാമ്പലാവാത്ത ഒരു വിറകുമില്ല, അഗ്നിയിൽ ചാമ്പലാകാത്ത ഒരു ഇന്ധനവുമില്ല. ഇവയെല്ലാം അഗ്നിയിൽ ചാമ്പലാകുന്നത് പോലെ ജ്ഞാനാഗ്നിയിൽ, അറിവാകുന്ന അഗ്നിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം നമുക്ക് കത്തിച്ചാമ്പലാക്കാം. അപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നിരിന്ധന ഇവാനില. ശ്രീശങ്കര ഭഗവത്പാദർ നമ്മെ വിവേക ചൂടാമണിയിൽ പഠിപ്പിക്കുന്നു, നിരിന്ധന ഇവാനില, കത്തിക്കരിഞ്ഞ വൈക്കോൽ കുമ്പാരം പോലെ ജീവിത പ്രശ്നങ്ങൾ ഒരൊറ്റ ഊതലിന് മുഴുവൻ ദുഃഖത്തെയും നമുക്ക് തകർത്ത് തരിപ്പണമാക്കാം. വേണ്ടേ? നമുക്കിത് പഠിക്കണമോ പഠിക്കണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഈ ധർമ്മശാസ്ത്രം നമ്മൾ പഠിപ്പിക്കണം, ജീവിതത്തിൽ പഠിക്കണം.